ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ലാബിലാണ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓങ്ങല്ലൂരുള്ള കരുണ ലാബിലാണ്. അപ്പോൾ ഇവിടെ വർക്കിന് കയറിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ തുടക്കം തന്നെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, നമ്മളിപ്പോൾ ഒന്ന് സെറ്റായിട്ട് പോരെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡിലേ ആയത്. എന്തായാലും ലാബിലത്തെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞങ്ങൾ മൊത്തം 5 പേരാണുള്ളത്. ലാബിൽ 5 പേര് കേട്ടോ, പിന്നെ ഒരു എക്സ്ട്രാ നഴ്സും കൂടി ഉണ്ട്. 3 ട്രെയിനി 2 സ്റ്റാഫാണ്. അപ്പോൾ ഞങ്ങൾക്ക് 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ഡ്യൂട്ടി. ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 5 പേർക്കും പല ടൈമിലാണ് ഡ്യൂട്ടി, അതുകൊണ്ട് പിന്നെ സീനില്ല. പിന്നെ ഞാനിവിടെ സ്റ്റേ ആണ്. വീട്ടിൽ ഡെയിലി പോയി വരുന്നത് നടക്കണ കാര്യമില്ല, കാരണം രാവിലെ 6 മണിയാകുമ്പോൾ ലാബ് ഓപ്പൺ ചെയ്യണം. അതുമാത്രമല്ല വൈകുന്നേരം ഡോക്ടർ വരുന്നുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് 8 മണി വരെ ലാബ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്താനും കുറേ ലേറ്റാവും, അതുകൊണ്ട് സ്റ്റേ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലാബ് തുറന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ക്ലീൻ ചെയ്യണം. 2 ലാബായിട്ടാണ് ഇവിടെ. ഒന്ന് റിസപ്ഷന്, ഫ്ലിബോട്ടമി, ചെറിയൊരു ഒബ്സർവേഷൻ, പിന്നെ മെയിൻ ലാബ് മുകളിലുണ്ട്. അപ്പോൾ താഴെ വർക്ക് ചെയ്യുന്നവരുടെ ഡ്യൂട്ടിയാണ് താഴത്തെ ലാബ് ക്ലീൻ ചെയ്യുക, അവിടുത്തെ കാൽക്കുലേഷൻസൊക്കെ നോക്കുക, ബ്ലഡ് എടുക്കുക, സാമ്പിളൊക്കെ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എമർജൻസി വരുന്ന ഇഞ്ചക്ഷൻ, ഒബ്സർവേഷൻ, നെബുലൈസേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതിനൊക്കെ പിന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അവിടെ നഴ്സായിട്ട്. ഓങ്ങല്ലൂരിൽ നിന്ന് കാരക്കാട് പോണ റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ലാബ് ഉള്ളത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം നല്ല തിരക്കായിരിക്കും, പേഷ്യൻസ് ഉണ്ടായിരിക്കും. 3 ദിവസങ്ങളിലായിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. കാരണം പേഷ്യൻസ് ഇല്ലാത്ത സമയം, തിരക്കില്ലാത്ത ടൈം അങ്ങനെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. താഴത്തെ ലാബിൽ ഒരു സ്റ്റാഫും ഒരു ട്രെയിനിയും, മേലത്തെ ലാബിൽ ഒരു സ്റ്റാഫും 2 ട്രെയിനീസായിട്ടാണ് മാറി മാറി നിൽക്കുന്നത്. ഒരാൾക്ക് ഇത്ര ടൈമിലാണെങ്കിൽ വേറൊരാൾക്ക് വേറെ ടൈമിലായിരിക്കും. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇവിടെ ഹോം കളക്ഷൻസ് അവൈലബിൾ ആണ്. 3 തരം ഹെൽത്ത് ചെക്കപ്പാണ് ഇവിടെ ഉള്ളത്. ജനറൽ ഹെൽത്ത് പാനൽ, മാസ്റ്റർ ഹെൽത്ത് പാനൽ, ടോട്ടൽ ഹെൽത്ത് പാനൽ. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റുകളും ഇൻക്ലൂഡാണ്. ഇതാണ് കേട്ടോ മെയിൻ ലാബ്. ഇവിടെയാണ് എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നത്. വളരെ കുറവാണ് ഔട്ട്സൈഡ് ടെസ്റ്റുകൾ, മാക്സിമം ഇവിടെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല ECG, നെബുലൈസേഷൻ എല്ലാം ഉണ്ട് ഇവിടെ. മേലത്തെ ലാബിൻ്റെ ഓപ്പോസിറ്റായിട്ട് 3 ബെഡ് അടങ്ങുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് നടക്കാൻ. ഞങ്ങൾ 4 പേരാണ് ഹോസ്റ്റലിൽ ഉള്ളത്. ഇതൊക്കെയാണ് ലാബ് വിശേഷങ്ങൾ. ഇനി ലാബ് കണ്ടില്ല, ഞാൻ എവിടെയാണ് എന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.